ഞങ്ങളെല്ലാവരും കൂടെ അപ്പോൾ ഒരു ഗ്രില്ലിടാനുള്ള പ്ലാനാണ്. അതിൻ്റെ പരിപാടി ഇവിടെ നടക്കുന്നത്. ഗ്രില്ലിടാൻ വേണ്ടി ആദ്യം ഇവിടെ കുറച്ച് ഒരു ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇച്ചിരി ചാടിയിട്ടുണ്ട് നാട്ടിൽ വന്നപ്പോൾ. അപ്പം നമ്മൾ കർപ്പൂരമൊക്കെയാണ് ആദ്യം വെക്കുന്നത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന ഡയലോഗ് ആവർത്തിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. കാരണം ബേണാച്ചി ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പപ്പയ്ക്കൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കനലൊക്കെ റെഡിയാക്കി അങ്ങനെ സെറ്റാക്കി അവൻ കിടന്നിങ്ങനെ മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതേ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഗ്രില്ലൊക്കെ എടുത്ത് വെച്ച് അവനെ അങ്ങ് ചൂട് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് തേച്ച് വെച്ചിരിക്കുന്ന മസാലയൊക്കെ നല്ലതുപോലെ പുരട്ടി വെച്ചിരിക്കുന്ന ആ ചിക്കൻ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവനെ അങ്ങോട്ട് പൊരിച്ച് തിരിച്ചും മറിച്ചും ഇട്ടങ്ങോട്ട് പൊരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ബട്ടറും കൂടെ അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സംഗതി കുശാലാവും. എന്തായാലും അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ കാര്യം പറയാം. ഇതിപ്പോൾ നടക്കുന്നത് ഒരു മാസത്തിന് മുമ്പുള്ള വീഡിയോ ആണ്. ഇതിന് മുമ്പ് വാട്സൺ ഇവിടെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചിറ്റാമ്മയുടെ വീട്ടിലെല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് സെറ്റാക്കി വെച്ച ഒരു രാത്രിത്തെ പരിപാടിയാണിത്. നല്ല രസമായിരുന്നു. കാരണം കുഞ്ഞു മഴയൊക്കെ ഉണ്ടായിരുന്നു. ഒരു സംഭവം അതിഗംഭീരമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഞങ്ങളിതെല്ലാം കൂടെ അങ്ങനെ സെറ്റാക്കി പൊരിച്ച് കുറച്ച് കരിഞ്ഞു പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കരിഞ്ഞൊന്നും പോയില്ല. 1-2 പീസൊക്കെ ചെറുതായിട്ടൊക്കെ കരിഞ്ഞു പോയായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി നമ്മളങ്ങനെ പൊരിച്ച് വറുത്തെടുത്തൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴേ എല്ലാവരുടെയും വായിൽ കപ്പലോടുന്നുണ്ട്. അപ്പോൾ തന്നെ എടുത്ത് ഓരോ പീസ് കഴിച്ചാലോ എന്ന് പോലും എല്ലാവരും വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാനും വിചാരിച്ചിട്ട് പക്ഷെ അത് നിറവേറ്റുകയും ചെയ്തു. ഞാൻ അതിനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുവിൻ്റെ കയ്യിരുന്ന കടായി വലിച്ചെടുത്തിട്ട് വേഗം തന്നെ എടുത്ത് അതിൻ്റെ അകത്തെടുത്ത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചൂട് കാരണം ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ കുറച്ച് ഷോയും കൂടെ കാണിക്കണം, കാരണം വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് പണി 18 ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ വിടമാട്ടെ എന്നുള്ള രീതിയിൽ വീണ്ടും ആ കാല് പൊക്കിയെടുത്ത് വലിച്ച് വീണ്ടും അത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല. ലാസ്റ്റ് അവനെ ഇട്ടിട്ട് വേറൊരു പീസ് പൊക്കിയെടുത്ത് പിന്നെ അതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും പറ്റാത്തതുകൊണ്ട് പിന്നെ അതിനെ ഒടിച്ചെടുത്തിട്ട് കുറച്ച് ടേസ്റ്റ് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നല്ല രസമാണ്. അപ്പം നമ്മളുടെ പരിപാടിയൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, മഴയും വന്നിട്ടുണ്ട്. മഴ പെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ പരിപാടി വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ചിക്കനൊക്കെ ചുട്ട് കഴിഞ്ഞു. ചുട്ടങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചത് മഴ തുടങ്ങിയിരിക്കുന്നു. ബൈ.